നമ്മളെല്ലാവരും ചെറുപ്പമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് എപ്പോഴാ പ്രായമായി എന്ന് തോന്നുക? നമ്മുടെ മുഖത്തൊക്കെ ചുളിവുകൾ വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ മസിലൊക്കെ ലൂസ് ആവുന്നുണ്ടെങ്കിൽ, പണ്ട് ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ജോലികൾ ചെയ്യുമ്പോഴേക്കും ക്ഷീണം വരുന്നുണ്ട്, വേദനകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കൂലേ പണ്ടത്തെ പോലെയല്ല, എനിക്ക് പ്രായമായിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ നമ്മൾ തന്നെ ചിലരെ കണ്ടിട്ടുണ്ട്, നമ്മുടെ അതേ പ്രായമായിരിക്കും, പക്ഷെ അവരുടെ മുഖത്ത് ചുളിവുകൾ വന്നിട്ടില്ല, അവരുടെ മസിലുകളൊന്നും ലൂസ് ആയിട്ടില്ല, അവർ സ്ട്രെച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഓടി നടന്ന് പണ്ടത്തെ പോലെ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ വയസ്സ് എന്ന് പറയുന്നത് ഒരു അക്കം മാത്രമല്ല, മറ്റെന്തൊക്കെയോ കൂടിയാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും ഒരേപോലെ പ്രായമാകാത്തത്. അപ്പൊ പ്രായം കുറയ്ക്കാനുള്ളതല്ല, അല്ലാതെ നമ്മൾ ഹെൽത്തി ആയിട്ട് പ്രായമാകാനുള്ള വഴിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ മസിലൊക്കെ സ്ട്രോങ് ആവുമ്പോൾ, ബോണുകളൊക്കെ, നമ്മുടെ അസ്ഥികളൊക്കെ ഹെൽത്തി ആവുമ്പോൾ, മെറ്റബോളിസം ശരിയായി നടക്കുമ്പോൾ, നമ്മുടെ ഹോർമോൺ ബാലൻസ് ഒക്കെ നല്ല നിലയിലാണെങ്കിൽ നമ്മളും ചെറുപ്പക്കാരാവും അല്ലെ? ഒരു 30 വയസ്സിന് ശേഷം ഓരോ വർഷവും നമ്മുടെ മസിൽ മാസ് കുറയുന്നുണ്ട്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുണ്ട്. ഓരോ വർഷവും 1% വരെ മസിലുകൾ കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആന്റി ഏജിങ് ആയിട്ടുള്ള, നമ്മുടെ പ്രായം കുറയ്ക്കാൻ സഹായിക്കുന്ന 7 പ്രധാന എക്സസൈസുകളാണ്. ഇവ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ വരെ കാണുക കേട്ടോ. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. അപ്പോൾ നമ്മുടെ ആന്റി ഏജിങ് ആയിട്ടുള്ള, നമുക്ക് പ്രായം കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് സ്ക്വാട്സുകളാണ്. ഈ സ്ക്വാട്ട് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ബോഡിയുടെ മസിലുകൾ സ്ട്രോങ് ആവാനുള്ളതാണ്. അതായത് നമ്മുടെ തൊടയുടെയും ഹിപ്പിന്റെയും ഒക്കെ മസിൽ ഇത് ശക്തമാക്കുന്നുണ്ട്. അതുപോലെ ടെസ്റ്റോസ്റ്റിറോണ്, ഗ്രോത്ത് ഹോർമോണിനെയൊക്കെ, ഈ ഹോർമോണിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് വീഡിയോ കാണിക്കാട്ടോ, അതുപോലെ പറയുകയും ചെയ്യാം. അപ്പൊ വീഡിയോ കണ്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. നേരെ നിൽക്കുക, കൈകള് മുന്നിലേക്ക് ഉയർത്തുക, എന്നിട്ട് മുട്ടുമടക്കി നമ്മൾ കസേരയിൽ ഇരിക്കുന്ന പോലെ താഴുക, എന്നിട്ട് അതുപോലെ ഉയർന്നു വരിക. ഈ എക്സസൈസുകളൊക്കെ നിങ്ങൾ വളരെ സാവധാനം വേണം ചെയ്യാന്. ഇത് നിങ്ങൾക്ക് ഒരു 10 റിപ്പീറ്റേഷൻസ് ചെയ്യണം. ഒരു 3 സെറ്റായിട്ട്, 3 സമയത്തായിട്ട് ഒരു 10 പ്രാവശ്യം ഇത് ചെയ്യണം. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ലഞ്ചസ് ആണ്. അത് നമ്മുടെ ബാലൻസിനും സ്ട്രെങ്തിനും കോർ സ്റ്റെബിലിറ്റിയൊക്കെ ഒക്കെ സഹായിക്കും. കോർ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ വയറിന്റെ അവിടെയുള്ള മസിലൊക്കെ സ്ട്രോങ് ആവാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് ലഞ്ചസ്. ഇത് നമ്മുടെ ഈ ലെഗിന്റെ മസിലിനെ ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബാലൻസ് മെച്ചപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയാട്ടോ. നേരെ നിൽക്കുക, ഒരു കാല് മുന്നോട്ട് വെക്കുക, അതൊരു 90 ഡിഗ്രി വരെ മടക്കുക, മറ്റേ കാല് പിന്നിലേക്ക് താഴ്ത്തുകയും ചെയ്യണം. വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ. ശരീരം നേരെ നിർത്താനും ശ്രദ്ധിക്കണം. ഇത് നിങ്ങളൊരു 10 പ്രാവശ്യമൊക്കെ ചെയ്യണം. എനിക്ക് ഇഷ്ടമുള്ള സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് എക്സസൈസ് ആണ്. അതായത് അത് നമ്മുടെ ഹൃദയത്തിനും അതുപോലെ കാലിനും ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു എക്സസൈസ് ആണിത്. ഇത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കളയാൻ സഹായിക്കുന്നുണ്ട്, വെയിറ്റ് കുറയാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണിത്. ഇത് നമ്മുടെ കോർഡിനേഷൻ മെച്ചപ്പെടുത്തുന്നുമുണ്ട്. ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ സ്റ്റെപ്പോ വേണം നമുക്ക്. അതിൽ ഒരു കാൽ വെച്ചിട്ട് പൂർണ്ണമായിട്ട് ഉയരുക, എന്നിട്ട് പതുക്കെ താഴേക്ക് ഇറങ്ങുക. ഇതേ കാര്യം തന്നെ മറ്റേ കാല് ഉപയോഗിച്ചും ആവർത്തിക്കുക. ഇതും ഒരു 10 പ്രാവശ്യം വരെ ചെയ്യണം. അടുത്ത എക്സസൈസ് നിങ്ങൾ മിക്കവാറും റീൽസുകളിലും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പുഷപ്സ് എക്സസൈസുകളാണ്. അതായത് നമ്മുടെ അപ്പർ ബോഡി, ഈ അപ്പർ ബോഡിയുടെ ആന്റി ഏജിങ് എക്സസൈസ് ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചെസ്റ്റ്, ഷോൾഡർ, ട്രൈസെപ്സ്, ഈ മുകൾ ഭാഗം ശക്തമാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ കോർ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, വയറിന്റെ മസിൽസിനൊക്കെ അത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പോസ്റ്റർ മെച്ചപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പോസ്റ്റർ ഉണ്ടാവൂലേ, അത് നന്നാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പായിട്ട് പറയാട്ടോ. നമ്മുടെ കൈകളും കാലുകളും ഒക്കെ നിലത്ത് വെക്കണം, എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഉയരണം.
എന്നിട്ട് താഴേക്ക് താഴ്ന്ന് അതുപോലെ ഉയരാം. കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള എക്സസൈസ് ആണ്. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു വാളിൽ ചെയ്തിട്ട് നോക്കാം. നിന്നിട്ട് വാൾ പുഷപ്സ് ചെയ്തിട്ട് നേരെ പുഷപ്സിലേക്ക് പോകാം. നിങ്ങൾക്ക് അത് പല രീതിയിൽ ആദ്യമൊക്കെ മോഡിഫൈ ചെയ്തിട്ട് ചെയ്യാനും പറ്റും. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് പ്ലാങ്ക് എക്സസൈസ് ആണ്. നിങ്ങൾക്ക് അറിയാലേ, ഈ വയറൊക്കെ ഒന്ന് ചാടി എന്ന് വരുമ്പോഴാണ് പലരും പറയുന്നത് വയറൊക്കെ ചാടിയല്ലോ, പ്രായമൊക്കെ ആയല്ലോ എന്ന്. അതായത് നമ്മുടെ വയറ് ഈ കോർ മസിൽസ് സ്ട്രോങ് ആവാതെ നമുക്ക് ആന്റി ഏജിങ് സാധ്യമല്ല. അപ്പോൾ ഈ എക്സസൈസ് എന്ന് പറയുന്നത് നല്ല വയറ് ചാടിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്പൈനിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ പോസ്റ്റർ ഒന്ന് നന്നാവാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈകളും കാലുകളും നമ്മൾ ഇതുപോലെ നിലത്ത് വെക്കണം. എന്നിട്ട് തല മുതൽ കാല് വരെ നേരെ നിർത്തിയിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കണം. അപ്പോൾ ഒരു 20 മുതൽ 60 സെക്കൻഡ് വരെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാനും ശ്രദ്ധിക്കണം. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഇപ്പോൾ നടുവേദനയുള്ളവർക്ക്, ഈ കഴുത്തിന്റെ പിന്നിലുള്ള മസിൽസിലൊക്കെ വേദനയുള്ളവരൊക്കെ ഉണ്ടാവും. കുറെ സമയം ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നവര്, സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കുന്നവർക്ക്, അവർക്കൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അടുത്തത് ഗ്ലൂട്ട് ബ്രിഡ്ജ്. ഇതും ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് ഞാൻ എപ്പോഴും OP-യിൽ പറഞ്ഞു കൊടുക്കുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ആന്റി ഏജിങ് എക്സസൈസ് കൂടിയാണ്. ഇത് നമ്മുടെ ഹിപ്പ് മസിൽസ് ശക്തമാക്കുന്നുണ്ട്. ഇത് നമ്മുടെ ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കുമെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് നമ്മുടെ പോസ്റ്ററും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വിശദമായിട്ട് പറയാം. നിലത്ത് കിടക്കുക, എന്നിട്ട് കാല് മടക്കി വെക്കണം. എന്നിട്ട് കൈ നിലത്ത് കുത്തിയിട്ട് ഈ ഇടുപ്പ് ഇതുപോലെ പൊക്കി വെക്കണം, ഒരു ബ്രിഡ്ജ് പോലെ. അതുകൊണ്ടാണ് ഇതിന് ബ്രിഡ്ജ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ക്രഞ്ചസ്. അതും നമ്മുടെ അബ്ഡോമിനൽ ടോണ്, നമ്മുടെ വയറൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാൻ സഹായിക്കും. ആന്റി ഏജിങ് എക്സസൈസ് ആണ്. അതെന്ന് പറയുന്നത് നിലത്ത് കൊടുക്കുക, എന്നിട്ട് നമ്മുടെ ഈ കഴുത്തും ഈ മുകൾ ഭാഗവും ഇതുപോലെ പൊങ്ങുന്ന രീതിയിൽ നമുക്ക് അല്പം പൊങ്ങാൻ പറ്റും. എന്നിട്ട് പതുക്കെ ആദ്യത്തെ അവസ്ഥയിലേക്ക് എത്തുക. എക്സസൈസ് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റൂ അല്ലെ. ഇതും ഒരു 10 റിപ്പീറ്റേഷൻസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് എക്സസൈസുകൾ പറഞ്ഞു അല്ലെ. അപ്പൊ എല്ലാ എക്സസൈസുകളും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. എക്സസൈസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വാമപ്പ് ചെയ്യണം. വാമപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ജോയിന് നമ്മളൊന്ന് മൂവ്മെന്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ശരീരത്തിനെ തന്നെ നമ്മൾ അറിയിക്കുകയാണ് നമ്മളൊരു എക്സസൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ ഒന്ന് മാറ്റുക. ഇപ്പൊ കഴുത്താണെങ്കിൽ കഴുത്തിന്റെ എല്ലാ മൂവ്മെന്റും ചെയ്തു കൊടുക്കുക. ഇപ്പൊ കഴുത്ത് മുകളിലേക്ക് പൊക്കുക, താഴേക്ക്, സൈഡിലേക്ക് അങ്ങനെ ഒരു വാമപ്പ് ചെയ്യണം. എന്നിട്ടാണ് ഈ എക്സസൈസുകൾ ഓരോന്നും 10 പ്രാവശ്യം ചെയ്യേണ്ടത്. ഈ എക്സസൈസ് ചെയ്തിട്ട് നമ്മൾ കൂൾ ഡൗൺ സ്ട്രെച്ചസും കൂടി ചെയ്യണം. എന്നാലേ നമ്മുടെ ശരീരം എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിന്റെ താപനില ഒക്കെ കുറച്ച് കൂടിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് താഴ്ത്താൻ വേണ്ടിയിട്ടും മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെച്ചിങ്ങുകളൊക്കെ ചെയ്യണം. ഈ എക്സസൈസുകൾ ആഴ്ചയിൽ ഒരു 5 ദിവസം നിങ്ങൾ ചെയ്യണം. 2 ദിവസം നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് ആണ്. അപ്പോഴാണ് നമ്മുടെ റിപ്പയറിംഗ് വർക്കുകൾ നടക്കുന്നത്. അപ്പൊ എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം ഇമ്പോർട്ടന്റ് ആണ് ആ 2 ദിവസത്തെ റെസ്റ്റിംഗ് പീരീഡും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, ആന്റി ഏജിങ്, പ്രായം കുറയുക എന്ന് പറഞ്ഞാൽ കുറെ ക്രീം വാരി തേക്കാം, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഇങ്ങനെയുള്ള സിറംസ് ഒക്കെ ഉപയോഗിക്കുക. അതിനപ്പുറം നല്ല എക്സസൈസുകൾ ചെയ്യുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇത് ഈ കാര്യങ്ങളും കൂടിയാണ്. ഇതിന്റെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ നല്ല ക്വാളിറ്റി സ്ലീപ്പും കൊടുക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.